ഹായ് ഓൾ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെയെല്ലാം ജീവിതത്തിലെ ഏറ്റവും പവിത്രമായ ഒരു ബന്ധത്തെക്കുറിച്ചാണ്. ജീവിത പങ്കാളിയുമായുള്ള ബന്ധം. ഒരു പൂന്തോട്ടത്തിലെ രണ്ട് പൂക്കളെ പോലെ പരസ്പരം താങ്ങും തണലുമാകേണ്ടവരാണ് ദമ്പതികൾ. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് പല ജീവിതങ്ങളിലും ഈ സൗന്ദര്യം അസ്തമിച്ചു പോവുകയാണോ എന്ന് നാം ഭയക്കണം. കാലം മാറുന്നതിനനുസരിച്ച് ബന്ധങ്ങൾക്ക് വരുന്ന മൂല്യത്തകർച്ച ഒരു സാമൂഹിക പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ചിലപ്പോൾ നാം നമ്മുടെ പങ്കാളിയെ വെറുമൊരു ഉപകരണമായി കാണുന്നുണ്ടോ എന്ന് നാം നമ്മളോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു യന്ത്രം പോലെ, നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒന്ന്. അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ച്, ആഗ്രഹങ്ങളെക്കുറിച്ച്, സന്തോഷങ്ങളെയും ദുഃഖങ്ങളെയും കുറിച്ച് നാം എത്രമാത്രം ചിന്തിക്കുന്നുണ്ട്? അവരുടെ ശബ്ദത്തിന് നാം എത്രമാത്രം വില കൽപ്പിക്കുന്നുണ്ട്? അവരുടെ അഭിപ്രായങ്ങൾക്ക് നാം എത്രമാത്രം ഇടം നൽകുന്നുണ്ട്? ഓർക്കുക, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ഒരു മനസ്സുണ്ട്, വികാരങ്ങളുണ്ട്, സ്വന്തമായ കാഴ്ചപ്പാടുകളുണ്ട്. അവർക്ക് സംസാരിക്കാൻ അവകാശമുണ്ട്, അവരുടെ ചിന്തകൾ പങ്കുവയ്ക്കാൻ അവകാശമുണ്ട്, സ്വന്തമായ ഇടമുണ്ടാക്കാൻ അവകാശമുണ്ട്. അവരെ തടവറയിലടച്ച ഒരു കിളിയെ പോലെ കാണരുത്. ഒരു വ്യക്തിയെ ഒരു വ്യക്തിയായി അംഗീകരിക്കാതെ, അവരുടെ വ്യക്തിത്വത്തെ മാനിക്കാതെ ഒരു ബന്ധവും പൂർണ്ണമാവുകയില്ല. സഹധർമ്മിണി എന്ന വാക്കിന് വലിയ അർത്ഥമുണ്ട്. ധർമ്മങ്ങളിൽ കൂടെ നിൽക്കുന്നവൾ എന്നാണ് അതിൻ്റെ പൊരുൾ. വെറുമൊരു കൂട്ടു മാത്രമല്ല, ജീവിതയാത്രയിൽ തണലായി, വെളിച്ചമായി, ധർമ്മം കാക്കുന്നതിൽ കൂടെ നിൽക്കുന്നയാൾ. പുരുഷനും സ്ത്രീയും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ജീവിതം പൂർണ്ണമാകുന്നത്. ഒരു വണ്ടിക്ക് രണ്ട് ചക്രങ്ങൾ എന്ന പോലെ ഒന്നിന് ബലക്ഷയമുണ്ടായാൽ യാത്ര മുന്നോട്ടു പോകില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം കണ്ണടച്ചു ചിന്തിക്കൂ. നിങ്ങൾ നിങ്ങളുടെ പങ്കാളിക്ക് നൽകുന്ന സ്നേഹം, ബഹുമാനം, സ്വാതന്ത്ര്യം എത്രമാത്രം? നിങ്ങളുടെ ജീവിതത്തിലെ സകല സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും നിങ്ങളുടെ പങ്കാളിക്ക് ഒരുപോലെ പങ്കാളിത്തമുണ്ടോ? അവരുടെ കണ്ണുകളിൽ നിങ്ങൾ കാണുന്നത് തിളക്കമാണോ അതോ നിരാശയാണോ? പ്രശസ്ത കവി വള്ളത്തോൾ എഴുതിയതുപോലെ, മമതയറ്റ മനസ്സുകളിൽ സ്നേഹമൊരു കാലവും വിടരില്ല. അനുരാഗമില്ലാത്ത ദാമ്പത്യം മണലാരണ്യത്തിലെ മരീചികയത്രേ. നമ്മുടെ പങ്കാളിയെ കേൾക്കാൻ നമുക്ക് ചെവികൾ വേണം. അവരെ മനസ്സിലാക്കാൻ ഒരു ഹൃദയം വേണം. അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകാൻ നമ്മുടെ കൈകൾ വേണം. അവർക്ക് വേണ്ടി ഒരു തണൽ മരം പോലെ നമുക്ക് മാറാൻ കഴിയണം. ഓരോ ബന്ധങ്ങളും ഒരു പൂവ് പോലെയാണ്. അതിനെ നാം ശ്രദ്ധയോടെ പരിപാലിക്കണം, സ്നേഹം കൊണ്ട് നനയ്ക്കണം, വിശ്വാസം കൊണ്ട് വളർത്തണം. അപ്പോൾ മാത്രമേ അത് സൗന്ദര്യത്തോടെ പൂത്തിലയൂ, സുഗന്ധം പരത്തൂ. നമുക്കൊരുമിച്ച് ഈ മാറ്റത്തിന് തുടക്കമിടാം. നമ്മുടെ വീടുകളിൽ നിന്ന്, നമ്മുടെ ബന്ധങ്ങളിൽ നിന്ന് പരസ്പര ബഹുമാനത്തോടെ, സ്നേഹത്തോടെ, തുല്യതയോടെ ജീവിക്കാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. അപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ സന്തോഷത്തോടെ നിറയും. ആ സന്തോഷം സമൂഹത്തിലേക്കും വ്യാപിക്കും. ദാറ്റ്സ് ഇറ്റ്.